Freedom IQA State Quizzing Championship Season 2 co-powered by KSFE-യുടെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Team A, none other than GHSS's Cherthala South from Alappuzha. Next, I would like to welcome Team B, Netaji SS's Pramadam, Pattanamthitta. And next we have Team C, St. Thomas EMHS's Attapallam from Idukki. The last team is here. It's Team D, GHS's Chimeni, Kasaragod. നമ്മുടെ റൗണ്ട് 1ലേക്ക് നമുക്ക് പോവാം. ബിഫോർ ദാറ്റ് ക്വിസ് മാസ്റ്റർ സ്വാഗതം ചെയ്യാം ഏറ്റവും സ്നേഹത്തോടെ നല്ലൊരു കൈയ്യടിയോടെ വയനാട് ദ്വാരക ഗുരുകുലം കോളേജിന്റെ പ്രിൻസിപ്പലും IQA വയനാട് ജില്ലാ ചാപ്റ്റർ സെക്രട്ടറിയുമായ ശ്രീ ഷാജൻ ജോസ്. ക്വിസ് മത്സരവേദികളിലെ പരിചിത മുഖമാണ്. നമുക്ക് അദ്ദേഹത്തെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സോ ഷാജൻ സാർ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. So round 3 is here. Moving on to Clutch Factor. ക്വിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ക്വിസ് എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി? ക്വിസ് എന്ന വാക്കിന്റെ കഥ ആദ്യം വെറുതെ പറഞ്ഞു തുടങ്ങിയ ഒരു വാക്കാണ് ക്വിസ് എന്നുള്ളത്. അയർലൻഡുകാരിയായ ജിം ഡെയ്ലി പറഞ്ഞു തുടങ്ങിയ ഒരു വാക്ക്, വെറുതെ പറഞ്ഞ വാക്ക്. പിന്നീട് ആ വാക്ക് ലോകത്തെ മാറ്റിമറിച്ച സംഭവമായിട്ട് മാറി. അറിവിന്റെ മഹാപ്രവാഹങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് ക്വിസ് മാറും. ക്വിസ് ഒരു മത്സരമല്ല, പകരം അറിവിൻ്റെ ആഘോഷമാണ്. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, നിങ്ങൾക്ക് ബെസ്റ്റ് റൗണ്ടാണ്. എപ്പോഴും വിജിലൻ്റ് ആവണം. 150 മാർക്കാണ് നമുക്ക് വരുന്നത് റൈറ്റ് ആൻസർ. ഇഫ് ഇറ്റ് ഈസ് റോങ് -100 മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സ്ക്രീനിലെ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു. നാടിനെ അടയാളപ്പെടുത്തിയ 3 പ്രധാനപ്പെട്ട ആളുകളാണിത്. ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഈ 3 ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. എന്നാൽ ഇവരെ നമ്മൾ അറിയപ്പെടുന്ന അത്തരത്തിലല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് നമ്മൾ പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. യെസ്, ടീം സി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗംഭീരം. ഇവരുടെ പേരറിയാമോ? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് നമ്മൾ വരികയാണ്. എന്തായിരിക്കും ഞാൻ ചോദിക്കാൻ വേണ്ടി പോയെന്ന് ഓർമ്മയുണ്ടോ? സ്വീറ്റ് ഏതാണ് എന്ന്. അല്ല, ചോദ്യം അതല്ല. ഞാൻ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ ബസ്രമർത്തി പോയില്ലേ? പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ചടങ്ങിന്റെ പേര് ഹൽവ മേക്കിംഗ് എന്നാണ്. ഈ ഹൽവ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ബസറമർത്തിയിരിക്കുന്നു മഹാലക്ഷ്മി. സെൻട്രൽ ബഡ്ജറ്റിന് മുന്നേ, അത് അവതരിപ്പിക്കുന്നതിന് മുന്നേ ഹൽവ ഉണ്ടാക്കും. യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഹൽവ മേക്കിംഗ് ഇന്ത്യൻ ബജറ്റിന് മുന്നോടിയായിട്ട് ബജറ്റ് തയ്യാറാക്കുന്ന ടീമിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുൻപേ എ ടീം ബെസ്റമർത്തി പോയി. നിങ്ങൾക്ക് 100 മാർക്ക് -മാർക്കുണ്ട്. ഒരു മുത്തശ്ശിയെ കാണുന്നു. സ്ക്രീനിലെ നമുക്കൊരു മുത്തശ്ശിയെ കാണാം. വളരെ പ്രാധാന്യമുള്ള ഒരു മുത്തശ്ശിയാണിത്. 105ാമത്തെ വയസ്സിൽ 4 കാർത്തികേയനിയമ്മൻ അല്ലല്ലോ. 100 മാർക്ക് -മാർക്കിലേക്ക് പോകും. ഈ മുത്തശ്ശിക്ക് ഞാൻ പറഞ്ഞു 105ാമത്തെ വയസ്സിൽ 4ാം തരം തുല്യത പരീക്ഷ പാസ്സായ മുത്തശ്ശിയാണ്. ഈ മുത്തശ്ശിയുടെ പേര് ഭഗീരഥി അമ്മ എന്നാണ്. ഭഗീരഥി അമ്മ എന്ന മുത്തശ്ശി മലയാളത്തിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. യെസ്, അഗൈൻ സി അക്ഷരമുത്തശ്ശി. യെസ്, റൈറ്റ് ആൻസർ. അക്ഷരമുത്തശ്ശി ഇസ് ദ റൈറ്റ് ആൻസർ. അക്ഷരമുത്തശ്ശി ആണ് ഭഗീരഥി അമ്മ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്ക്രീനിൽ നമ്മൾ കാണുന്നത് വിശ്വപ്രസിദ്ധമായിട്ട് മാറിയ ഒരു വ്യക്തിയുടെ ഭവനമാണ്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ലോക സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെ പരാമർശിക്കാതെ കടന്നു പോകാൻ പറ്റില്ല.
ഇദ്ദേഹത്തിന്റെ ജനനവും മരണവും ഒരേ ദിവസമാണ്. വില്യം ഷേക്സ്പിയർ. റൈറ്റ് ആൻസർ, വില്യം ഷേക്സ്പിയർ. ജന്മദിനം നമ്മൾ മറ്റൊന്നായി ആഘോഷിക്കാറുണ്ട് അല്ലേ? യെസ്, വേൾഡ് ബുക്ക് ഡേ ആയിട്ടാണ് നമ്മൾ വില്യം ഷേക്സ്പിയറിന്റെ ജനനവും മരണവും ഒരേ ദിവസം, ഒരേ ഏപ്രിൽ 23 നമ്മൾ വേൾഡ് ബുക്ക് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. Moving on to the scoreboard. Team A -200, Team B -400, Team C it's 650 points. Team D's have scored 500 points. Let me invite Rakesh, our former Wipro professional IT entrepreneur and digital consultant IQA Kerala. So, Rakesh sirne ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Sir, please. ഷാജൻ സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I would like to invite Ashwati Das ma'am, Assistant Professor, Department of English and Manager Outreach and Communication, Admissions Department, Amrita Vishwa Vidyapeetham. Ma'am, please. ഞാനും ഇതുപോലെ കുറേ കോളേജുകളിൽ ക്വിസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ക്വിസ് നടത്താൻ പോയിട്ടുണ്ട്. Team A, GHSS Cherthala South from Alappuzha, Yeshudas KS and Devadathan P. Team B ne invite ചെയ്യാം Netaji HSS Pramadam from Pathanamthitta, AG Maheshwar and Abhiraj S. സെമി ഫൈനലിലേക്ക് കടക്കാൻ പോകുന്ന നമ്മുടെ രണ്ട് ടീം, ടീം സി സെയിന്റ് തോമസ് EMHSS അട്ടപ്പള്ളം ഫ്രം ഇടുക്കി, ടീം ഡി GHSS ചീമേനി ഫ്രം കാസർഗോഡ്, ശിവദ എസ് പ്രജിത്ത് ആൻഡ് ശിവാഞ്ജന കെ. അമൃത വിശ്വവിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSF Field. എല്ലാവർക്കും ബൈ, സ്റ്റേ പോസിറ്റീവ്. ഇറ്റ്സ് മീ ജൂലിയൻ സൈനിങ് ഓഫ്.